ഓൺലൈൻ ഷോപ്പിംഗ് ഇവിടെയുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ മീര ഇവിടെ സാധനങ്ങളൊക്കെ പറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചുരിദാറിൻ്റെ സെക്ഷനിലേക്കാണ് വന്നത്. അപ്പോൾ ഓരോന്നിങ്ങനെ എടുക്കുകയാണ്. ആദ്യത്തെ ഒരു സെക്ഷൻ കണ്ടു ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഇത് അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. അപ്പോൾ ഒരു ഗ്രീൻ ചുരിദാർ, അവർക്ക് മെയിനായിട്ടുള്ള കളറ് മഞ്ഞ ഇങ്ങനത്തെയുള്ള കളേഴ്സൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് എടുത്തിരിക്കുന്നത് ഇതാ ഒരു പച്ച പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത് കണ്ടിട്ട് കൊള്ളാം. റേറ്റൊക്കെ നോക്കുന്നുണ്ട്. നമ്മൾ എന്ത് സാധനം കിട്ടിയാലും അത് റേറ്റ് നോക്കും കേട്ടോ. റേറ്റ് നോക്കുന്നുണ്ട്. അമ്മയ്ക്കൊക്കെ പറ്റുന്ന സാധനം എന്നൊക്കെയാണ് പറയുന്നത്. ചില പുള്ളിക്കാരിക്ക് അത് ഇഷ്ടപ്പെട്ടു, പക്ഷേ അതുപോലെ തന്നെ തിരിച്ചു വെച്ചു. ഇപ്പം സെയിൽസ് ഗേൾ എന്നുകൊണ്ട് നോക്കുന്നുണ്ട്. പിന്നെ അതിനോടൊക്കെ ഏതാണ്ടൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം പുള്ളിക്കാരിക്ക് അതനുസരിച്ച്. പിന്നെ ഇതിൻ്റെ സൈഡിൽ തന്നെ ടിപ്പ് ആൻഡ് ടോ, അങ്ങനെ പിന്നെ ഈ കിഡ്സിൻ്റെ കുറച്ച് പ്ലേ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്സൊക്കെ ഇവിടെ ഉണ്ട്. സെൻട്രൽ സ്ക്വയറിൽ ഒരുപാട് ഡ്രസ്സിൻ്റെ കളക്ഷൻസൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല കളക്ഷൻസ് ഉണ്ട്. അല്ലെ ആ പുള്ളിക്കാരിയോട് ചോദിക്കുകയാണ് ഓരോന്ന് മീര അതൊക്കെ ഉണ്ട്, ഇതങ്ങനെയുണ്ട്, റേറ്റൊക്കെ എത്രയാണെന്നുള്ള ചോദിക്കുന്നുണ്ട്. 2000 സംതിങ്ങിൻ്റെയൊക്കെയാണ് മീരയ്ക്ക് എടുത്ത് കൊടുക്കുന്നത്. ഓക്കെ ഫൈൻ. അപ്പം അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെയാണ്. മീര അത് വേണോ ഇത് വേണോ ഇതിനെത്രയാണോ അതിനെത്രയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മേടിക്കുമോ എന്ത്. ഓക്കെ ഫ്രണ്ട്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സെൻട്രൽ സ്ക്വയർ മാളിലെ ഫുഡ് കോർട്ടിലാണ്. ഇപ്പോൾ ഫുഡ് റിലേറ്റഡ് ഒരുപാട് ഷോപ്പാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ മുന്നോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഉള്ള നല്ലൊരു സിറ്റിംഗ് ഏരിയ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നല്ല നീറ്റായിട്ടുള്ള പ്ലേസാണ് കേട്ടോ. വളരെ കാം ആൻഡ് ക്വയറ്റാണ് ഈ ടൈമിൽ. വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പിന്നെ മുന്നോട്ട് നോക്കുക, ഇവിടെ വെറും സിറ്റിംഗ് ഏരിയ മാത്രമല്ല വരുന്നത്, വർക്കിംഗ് പ്ലേസും കൂടാണ് കേട്ടോ. ഇതിൻ്റെ മുന്നിൽ ഏറ്റവും ഫ്രണ്ടിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് വന്നിരുന്ന് വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആണ് ഈ വരുന്നത്. പിന്നെ ബർഗർ കിങ്സ് വരുന്നുണ്ട് അവിടെ. പിന്നെ ഒരു ചൈനീസ് ഷോപ്പാണ് അവിടെ വരുന്നത്. പിന്നെ ഫുഡിൻ്റെ ഷോപ്പുകളാണ് എല്ലാം കേട്ടോ. ഇനി മുന്നോട്ട് നമുക്ക് കുറച്ച് നല്ല നല്ല ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന വീഡിയോ ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവിടെ ഫ്രീ ആയിട്ട് കിടക്കുന്ന കുറേ പ്ലേസ് ഉണ്ട്. ഇപ്പം നല്ല തിരക്കില്ല ഇപ്പോൾ ഈ ടൈമിൽ. സോ ഫ്രണ്ട്സ്, അപ്പം ഇത് ആണ് വർക്കിംഗ് സ്പേസ് ആണ്. ഇവിടെ നമുക്ക് സെൻട്രൽ മാളിൽ വന്നിട്ട് വർക്ക് ചെയ്യാം. ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ചെയ്യാം. പിന്നെ കമ്പനി സ്ട്രെസ്സും കാര്യങ്ങളും ഒന്നും ഇല്ല, അതിന് വർക്ക് ചെയ്യാം. വർക്ക് ഫ്രം ഹോം നടത്തുന്നവർക്ക് ഇവിടെ വന്ന് വർക്ക് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അടിപൊളി ആംബിയൻസ് ആണ്. കോസ്റ്റ് എന്നാണ് ഈ ഒരു വർക്കിംഗ് സ്പേസിന് ഇട്ടിരിക്കുന്ന പേര്. സോ ഇപ്പോൾ ഇവിടെ ക്ലീനിങ് ഒക്കെ ആയിട്ട് ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പം മീര ബർഗർ കിങ്ങിലേക്ക് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓർഡർ ചെയ്യാനായിട്ടാണ് പോകുന്നത്. അത്യാവശ്യം വന്നിട്ട് നമുക്ക് വിശക്കുന്നുണ്ട്. പിന്നെ അവിടെ ഐസ്ക്രീമിൻ്റെ ഓഫറിന് കിട്ടുന്നൊക്കെ മീര പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് നമുക്ക് വാങ്ങണം. പിന്നെ ബർഗർ വാങ്ങണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ബർഗർ കിങ് എപ്പോഴും നമ്മുടെ മെയിൻ സാധനമാണ്. ബർഗർ കിങ്ങിൽ നമ്മൾ ബർഗർ വാങ്ങിച്ച് അത് ഫിനിഷ് ചെയ്ത് നമുക്കതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, സോറി. അതുകൊണ്ട് നമ്മൾ ഐസ്ക്രീം എന്തായാലും വീഡിയോ എടുത്തിട്ടുണ്ട്. ഐസ്ക്രീം അവിടെ നിന്ന് ഫ്രീ ആയിട്ട് നമുക്ക്, ഫ്രീ അല്ല, കുറച്ച് പൈസയ്ക്ക് മീര പറഞ്ഞു. മീര സ്പെഷ്യൽ സജഷൻ പ്രകാരം നമ്മൾ പോയി കഴിച്ച കേസ് അടിപൊളിയായിരുന്നു, കൊള്ളാം. ഗൈസ്, നമ്മൾ ബാളിയിലൊക്കെ നൈസായിട്ട് അങ്ങ് ഇറങ്ങി വെളിയിലെ ബിരിയാണി കടയിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മൾ പുറത്താകുമ്പോൾ നമുക്ക് നമ്മുടെ ഫേവറേറ്റ് സാധനം ബിരിയാണിയല്ല. അതോ 2 ചിക്കൻ ബിരിയാണി സിംഗിളാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മീര. അതിൻ്റെ ഇടയ്ക്ക് ഓരോ കുട്ടികളെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് അച്ചാറൊക്കെ തൊട്ട് നോക്കിയിട്ട് നല്ല സാധനം എന്ന് പറയുന്നുണ്ട്. പിന്നെ ബിരിയാണി നീക്കി വെച്ചിട്ട് ഇതെടുക്കുക എന്ന് പറയുന്നുണ്ട്. നന്നായിട്ട് വിശക്കുന്നുണ്ട് ഗൈസ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരുടെ മുഖത്ത് എക്സ്പ്രഷനൊക്കെ കണ്ടോ? എക്സ്പ്രഷൻ വാരി വിതറുകയാണ് ഗൈസ്. അപ്പം നമുക്കിത് കഴിക്കട്ടെ കേട്ടോ. കഴിച്ചിട്ട് കാണാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ എല്ലാ പരിപാടിയെല്ലാം നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി റൂമിലേക്ക് പോകണം. നമ്മുടെ ഊബർ വന്നു. ഊബറിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ചെറിയ വീഡിയോ ആണ് കാണുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുന്നത് ഷെയർ ചെയ്യുക കേട്ടോ.